ഹായ്, ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ഇന്ന് നമുക്ക് ക്രൂഡിൻ്റെ സ്ട്രാറ്റജി നോക്കാം. ഇപ്പം താരിഫ് കാര്യങ്ങളും ഇതിനെയും ബാധിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ക്രൂഡിൻ്റെ ഇൻവെൻട്രി ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ന്യൂസ് ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് ഇന്നലത്തെ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ഇന്നലെ ക്രൂഡ് മുകളിലേക്ക് വന്ന് 68.07 വരെ എത്തിയിരുന്നു. അവിടുന്ന് വീണ്ടും ഇപ്പം അവിടുന്ന് ട്രേഡിംഗ് എടുത്ത് 67.34 നിൽക്കുകയാണ്. ഇന്നത്തെ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഡോളറിൻ്റെ ഇൻഡെക്സ് 0.13% ലാഭത്തിൽ 97.63 നിൽക്കുകയാണ്. ഇന്നത്തെ വാർത്തകൾ ഞാൻ പറഞ്ഞല്ലോ. 6:30 PM ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഉണ്ട്. പിന്നെ UAE സമയം 10 o'clock PM FOMC മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്യണം. ഇന്ന് ട്രെൻഡ് കാണിക്കുന്നത് ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ അത് 69.68-ൻ്റെയും 66.08-ൻ്റെയും ബിറ്റ്വീൻ ഇടയ്ക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ലെവൽ നോക്കാം. ഇമ്മീഡിയറ്റ് ലെവൽ പറയുന്നത് റെസിസ്റ്റൻസ് 68.19, 68.19, 68.28, 68.48 ഇത്രയാണ് ഈ 3 റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് ലെവൽ. അത് കഴിഞ്ഞ് സപ്പോർട്ട് 67.27, 66.52, 66.08. പിന്നെ എന്നിട്ട് ഡേ ട്രേഡേഴ്സിനുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കാം. ഫസ്റ്റ് റെസിസ്റ്റൻസ് 68.48, 69.08, 69.68. ഞാൻ പറഞ്ഞല്ലോ 68.69 വരെ കാണിക്കുക, 69.68 വരെ കാണിക്കുന്നത് റെസിസ്റ്റൻസ്. അപ്പം പോയി കഴിഞ്ഞാൽ അത്ര വരെ പോകാൻ സാധ്യത ഉണ്ടെന്നും. പിന്നെ സപ്പോർട്ട് കാണിക്കുന്നത് 60.02, 65.03, 64.48. അപ്പോൾ 64-ൻ്റെയും 69-ൻ്റെയും ഇടയ്ക്ക് ഒരു ട്രേഡിങ് നടക്കാനാണ് സാധ്യത. ആ ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടും വെച്ചിട്ട് നമുക്ക് ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ ട്രേഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഫോറക്സ് ട്രേഡിങ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.